ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാനായിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റവ നമുക്ക് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെക്കണം. ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയാകും. 15 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ്. വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിൽ ഒഴിച്ചിരുന്ന വെള്ളമെല്ലാം റവ വലിച്ചെടുത്തിട്ടുണ്ട്. റവ നന്നായിട്ട് കുതിർന്ന് വന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ നോക്കുക. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് അളവിൽ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഒഴിച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ല നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ മാവ് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സായി കിട്ടണം. അതിനുവേണ്ടി ഇളക്കി കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് കൊണ്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് റെഡിയായിട്ട് കിട്ടും. പിന്നെ നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് കുറുകിയിട്ടാണ് കിട്ടേണ്ടത്. അതനുസരിച്ച് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കണ്ട, അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കാം. പിസ്ത ചേർക്കുന്നത് കൊണ്ട് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കഴിക്കുമ്പോൾ കടിക്കാനൊന്ന് കിട്ടും. അതുകൊണ്ടാണ്. ഒരു 4 ഏലക്കായയുടെ സീഡ്സ് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വിസ്ക് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് വരട്ടെ, അതുവരെ ഇളക്കി കൊടുക്കാം. നമ്മളുണ്ടാക്കുന്ന ഈ പലഹാരം നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ സ്പൂണ് കൊണ്ടൊന്ന് കോരി ഒഴിച്ച് നോക്കിയാൽ ഇതുപോലെ ഒന്നായി കിട്ടണം. അപ്പോൾ നമ്മുടെ ഈ മാവ് ഇതേ രീതിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഓരോ തവി മാവ് വീതം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നതായിട്ട് കാണാം. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഒഴിച്ച മാവ് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അധികമുള്ള എണ്ണ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. അടുത്തതും നമുക്കിതുപോലെ തന്നെ കോരി ഒഴിക്കാം. നമ്മളിത് കോരി ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നതായിട്ട് കാണാം. തിരിച്ചു മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് കോരിയെടുക്കാം. 1 കപ്പ് റവ കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ പലഹാരം നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബൈ.